എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നുള്ളത്. പലർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ജ്യൂസ് ഒരു മിറാക്കിൾ ജ്യൂസ് എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയ്ക്കുമാണ് ഇതിൻ്റെ ഗുണങ്ങൾ. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എന്നും ഇതുണ്ടാക്കി കഴിക്കും. ഞാനിത് അധികവും ട്രൈ ചെയ്യുന്ന ഒരു ജ്യൂസ് ആയതുകൊണ്ടാണ് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുപോലെ ഇത് നല്ല നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരുപാട് റിസൾട്ട് തരുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഈ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും നമ്മുടെ ശരീരത്തിന് കാണും. ഒരുപാട് വൈറ്റമിൻസും അതുപോലെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയ ഒരു ജ്യൂസാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായി ഞാൻ ഒരു അല്പം വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ടിൻ്റെ പകുതി ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ആപ്പിളും എടുത്തിട്ടുണ്ട്, അല്പം വലിയ ആപ്പിളാണ്. അപ്പോൾ ഇതിൽ ബീട്രൂട്ടാണ് കുറച്ച് കുറവായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് ഈ ജ്യൂസ് കഴിച്ചാൽ അവർക്ക് ആസിഡിറ്റി പ്രോബ്ലം ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ആസിഡിറ്റി പ്രോബ്ലം, ഗ്യാസ്ട്രിക്കോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അങ്ങനെ ഇപ്പം ഇതൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ബ്ലെൻഡാക്കി എടുത്ത് വരാം. അപ്പോൾ ഇതിൽ ഒരു നല്ല ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ഷുഗറോ ഹണിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം എല്ലാ ജ്യൂസും കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല ഈ ഒരു ജ്യൂസിന്. ഇനി ഇത് നല്ലോണം ഒന്ന് ബ്ലെൻഡാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഞാനിന്ന് അരിച്ചിട്ടാണ് എടുക്കുന്നുള്ളത്. നമുക്കിത് അരിച്ചെടുക്കാതെയും കുടിക്കാം. അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു സ്മൂത്തിയൊക്കെ കഴിക്കുന്ന ആ ഒരു കുടിക്കുന്ന ആ ഒരു ഇതായിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഞാനിതിങ്ങനെ അരച്ചെടുത്ത് നിങ്ങൾക്ക് ഇതെന്താ ഞാനിങ്ങനെ ഇന്ന് അരച്ചെടുത്ത് ചെയ്യുന്നതെന്നും കൂടി പറഞ്ഞുതരാം. അങ്ങനെ ഇപ്പോൾ ഇത് നല്ലോണം അരച്ച് അതിൻ്റെ നീര് മാത്രമാണ് ഞാൻ എടുക്കുന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. കാരണം അവർ ഇതുപോലെ ഇത്ര കട്ടിയായിട്ടുണ്ടെങ്കിൽ അവർ കുടിക്കില്ല. അപ്പോൾ ഇതുപോലെ അവർക്ക് അതിൻ്റെ നീര് മാത്രം എടുത്ത് കൊടുക്കാം. ഈ ഒരു ജ്യൂസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു എനർജിയാണ് നമുക്ക് ബോഡിക്ക് തരുന്നത്. അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിനൊക്കെ നല്ലൊരു കളറൊക്കെ തരുന്നുണ്ട്. പ്രഗ്നൻസി ടൈമിലൊക്കെ ഞാൻ ഒരുപാട് കുടിച്ചൊരു ജ്യൂസാണ്. അതുപോലെ പ്രഗ്നൻസി ടൈമിലൊക്കെ ആർക്കും കുടിക്കാൻ പറ്റിയ, അതുപോലെ കുട്ടികൾക്കായാലും പ്രായമായവർക്കാണെങ്കിലും ഒക്കെ ഈ ഒരു ജ്യൂസ് കുടിക്കാം നമുക്ക്. അപ്പോൾ ആഴ്ചയിൽ 1-2 തവണയൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ ആ ഗുണം നമ്മുടെ ശരീരത്തിന് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു കലവറ തന്നെ എന്ന് പറയാം ഈ ഒരു ജ്യൂസ്. എല്ലാത്തരം വൈറ്റമിൻസും ഈ ഒരു ജ്യൂസിൽ അടങ്ങിയിട്ടുണ്ട്. ഡയറ്റിംഗ് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളായ ഒരു ജ്യൂസാണ്. ഇത് കണ്ടില്ലേ, നല്ല കളറാണ്. അപ്പോൾ ഇതൊരു ബീട്രൂട്ടിൻ്റെ ആ കളറാണ് ഈ ഒരു ജ്യൂസിൽ മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നുള്ളത്. ഇനി ഞാനിതിലേക്ക് ഒരു ലെമൺ കൂടി ചേർത്തിട്ടാണ് കഴിക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്കിതിൽ ബീട്രൂട്ടിൻ്റെ ആ ഒരു ഓവറായിട്ടുള്ള ഒരു മണ്ണിൻ്റെ ഒരു മണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ബീട്രൂട്ട് എടുത്തിട്ടുള്ളൂ. ഓവർ ബീട്രൂട്ട് എടുത്താൽ നമുക്ക് അങ്ങനെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ബീട്രൂട്ട് നമ്മൾ മറ്റുള്ള ഫ്രൂട്ട്സിനേക്കാളും കുറച്ച് കുറവായി തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇതിനല്പം ടേസ്റ്റ് കുറവാണെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എന്നും ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്കും ഗുണങ്ങളടങ്ങിയ ഒരു ജ്യൂസാണ്. അപ്പോൾ ഇതിന് ടേസ്റ്റ് ഇല്ലയെന്ന് വിചാരിച്ച് ആരും ഇത് കഴിക്കാതിരിക്കരുത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്രീമൊക്കെ വാങ്ങി നമ്മുടെ സ്കിൻ വൈറ്റനിങ് ചെയ്യാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെയുള്ള ജ്യൂസൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റനിങ് ആയി വരും. ഈ ജ്യൂസിൽ നമുക്കൊന്നും വേസ്റ്റാക്കി കളയാനില്ല. ഇതിനിപ്പോൾ ഞാൻ അരിച്ചെടുത്ത ഇതിൻ്റെ ആ ഒരു ചണ്ടി ഞാൻ വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഐസ് ക്യൂബൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്ന മോൾഡറില്ലേ, അതിലേക്ക് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഓരോ ഹോൾസിലും ഇതുപോലെ കുറച്ചായി നമുക്കിങ്ങനെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ജ്യൂസ് റെസിപ്പി ആർക്കും തയ്യാറാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ആവശ്യത്തിനുള്ളത് മാത്രമാണ് തയ്യാറാക്കി കാണിച്ചിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോസ് ഇനിയും ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുക. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. അങ്ങനത്തെ ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഫ്രീസ് ചെയ്തെടുത്തതാണിത്. ഇപ്പോൾ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെക്കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ മുഖത്തൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഓരോ ക്യൂബ്സായി ഓരോ ദിവസം നമുക്ക് രാവിലെ ഇങ്ങനെ മുഖത്തൊക്കെ
ഒക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തിന് നല്ലൊരു ഗ്ലോ ഒക്കെ വരും. ഇതൊരു ഗ്ലൂട്ടാത്തോൺ അടങ്ങിയ ബ്യൂട്ടി ടിപ്സ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമുക്കിത് ഇതിൽ നിന്ന് ഒട്ടും വേസ്റ്റാക്കി കളയേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതെല്ലാം ക്യൂബ്സാക്കി ഇതിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതുപോലെ രാവിലെ ഇട്ട് കഴിക്കുകയും ചെയ്യാം. ഇതിൽ നിന്ന് ഒരു ക്യൂബ് എടുത്തത് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് അലിയിച്ച് അത് കുടിക്കാനും നമുക്ക് പറ്റും. അപ്പോൾ അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ലെങ്കിൽ കൂടി ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുക. അപ്പോൾ ഇതുപോലെയും നമുക്കിങ്ങനെ ചെയ്യാം. ഈ ഒരു മിറാക്കിൾ ജ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും വെളുത്തിട്ടൊന്ന് പാറട്ടെ. അനാവശ്യമായ ക്രീമും ഇതൊക്കെ തേച്ച് നമ്മൾ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഇതൊരു ഉപകാരപ്പെട്ട വീഡിയോ ആയിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.